ഹായ് ഗായ്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന പഴം പ്രഥമൻ. ഇത് എങ്ങനെ തയ്യാറാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. ഇത് ഓണത്തിനും സദ്യയ്ക്കൊക്കെ തയ്യാറാക്കുന്ന പറ്റിയ നല്ല പഴം പ്രഥമന്. ഇത് എങ്ങനെ തയ്യാറാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം ഗായ്സ്. ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല മധുരമായിട്ടുള്ള വിഭവമാണ്. ഇത് എങ്ങനെ തയ്യാറാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. കം ഗായ്സ്. ഹായ് ഗായ്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന പഴം പ്രഥമൻ ഓണത്തിനും സദ്യയ്ക്കൊക്കെ നല്ല പായസമായിട്ട് കുടിക്കാനായിട്ട് പഴം പ്രഥമൻ നല്ലതാണ്. അതിന് വേണ്ടിയ ചേരുവകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 കപ്പ് ശർക്കര ഉരുക്കിയത്, പിന്നെ കല്ലൊന്നും ഇല്ലാതെ നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര പാനി. ഇത് 4 ഏത്തപ്പഴം നമ്മൾ പുഴുങ്ങിയിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ച് കുറച്ച് വെള്ളം ചേർത്ത് എടുത്ത് 4 ഏത്തയ്ക്ക പഴം മിക്സിയിൽ അടിച്ചെടുത്തത്. പിന്നെ ഇത് രണ്ടാം പാല് 2 കപ്പ് രണ്ടാം പാൽ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് 1-ാം പാല് 1 കപ്പ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നെയ്ക്കകത്ത് നമ്മൾ ഇതൊക്കെ തയ്യാറാക്കുന്നത്, അന്നേരം ടേസ്റ്റ് വരത്തുള്ളൂ. പിന്നെ ഞാനിത് കൊത്തി അരിഞ്ഞത് തേങ്ങ, പിന്നെ കാഷ്യൂ നട്ട്സ്, ചെറിയ മുന്തിരിങ്ങ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചേരുവകൾ നമുക്ക് പഴം പ്രഥമൻ ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഉരുളിക്കകത്താണ് പഴം പ്രഥമൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് കുറച്ച് നെയ്യ് ഇടാം. കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ഏത്തപ്പഴം ഞാൻ മിക്സിക്കകത്ത് അടിച്ച് ഇരിക്കുന്ന അത് ഇടുക. ഇനി ഇത് നമ്മൾ 10 മിനിറ്റ് നല്ലപോലെ വഴറ്റിയെടുക്കുക. മൂട്ടി പിടിക്കാതെ മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ. ഏകദേശം ഒരു 10 മിനിറ്റ് വേണം. 10-15 മിനിറ്റ് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ കൂടെ ഇളക്കണം, മൂട്ടി പിടിക്കാതെ. അപ്പോൾ നല്ലപോലെ ഇത് ചൂടാകട്ടെ. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ ശർക്കര അരച്ച് ഉരുക്കി വെച്ചേക്കുന്ന ചേർക്കുക. ഇത് നമ്മൾ ഉരുക്കി കല്ലും മണ്ണും ഒന്നും ഇല്ലാതെ എടുത്തിട്ടുള്ള ശർക്കര പാനിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഇനി 10 മിനിറ്റ് നല്ലപോലെ ഇളക്കി നല്ലപോലെ ഇത് വറ്റിച്ചെടുക്കണം. അപ്പം ഇത് ഇനി നല്ലപോലെ തിളച്ച് വരട്ടെ. അപ്പം നമ്മൾ ഇനി ഇത് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ 2-ാം പാൽ ഇവിടെ ചേർക്കുവാണേ. രണ്ടാം പാൽ ചേർത്തിട്ട് നല്ലപോലെ ഇത് പകുതിയായി വറ്റിച്ചെടുക്കണം. ഇതിനി നല്ലപോലെ പകുതിയായി നമുക്ക് വറ്റിച്ചെടുക്കണം. ഇത് ഇച്ചിരി കുറുകി വരണം. അപ്പോൾ ഏകദേശം ഇനിയൊരു 10 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇളക്കണം.
ഇതിനി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒന്നാം പാൽ ചേർക്കാം. ഇപ്പോൾ ഒന്നാം പാൽ ചേർക്കുമ്പോൾ അധികം തിളയ്ക്കാൻ പാടില്ല. ഒന്ന് തിളയ്ക്കുമ്പോഴേ നമ്മളത് ഓഫ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇനി നട്ട്സും മുന്തിരിങ്ങയൊക്കെ നെയ്ക്കകത്ത് വഴറ്റിയിടണം. ഞാൻ ഇന്ന് തീ ഓഫ് ചെയ്യുവാണ്. ഇനി നമ്മൾ നട്ട്സും മുന്തിരിങ്ങയൊക്കെ വറുത്തിടാം. ഇപ്പം ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് നെയ്യ് ഇടുക. ഇനി നമുക്ക് തേങ്ങ കൊത്തി അരിഞ്ഞത് ചേർക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ നട്ട്സും കൂടി ചേർക്കുവാണേ. നല്ലപോലെ ഇതൊന്ന് മൂത്തിട്ട് അവസാനം നമ്മൾ ഡ്രൈ മുന്തിരിങ്ങ ഇടാം. നമ്മുടെ നട്ട്സും തേങ്ങാക്കൊത്തൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മുന്തിരിങ്ങ ഇടാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ പഴം പ്രഥമനകത്ത് ചേർത്തിടുവാണേ. ഇനി നമ്മൾ ഇതെല്ലാം നട്ട്സും എല്ലാം ഇതിൽ ചേർത്തിടാം. നമ്മുടെ നാടൻ പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല വിഭവമാണ്. ഓണത്തിനൊക്കെ തയ്യാറാക്കി നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാം. നല്ല രുചിയായിട്ടുള്ള വിഭവമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.